കർക്കിടക മാസത്തിൽ ദശപുഷ്പങ്ങളുടെ പ്രാധാന്യം. ദശപുഷ്പങ്ങൾ ചൂടുന്നതും വിട്ടുമുറ്റത്തത് നട്ടു വളർത്തി ശുദ്ധിയോടുകൂടി പരിപാലിക്കുന്നതും ഒക്കെ നമ്മുടെയൊക്കെ വീടുകളിൽ തുളസി ശുദ്ധമായിട്ട് പരിപാലിക്കുന്നുണ്ട്. നമ്മൾ ഒരു ചെടിച്ചട്ടിയിലായാലും തുളസി വെച്ചിട്ട് നമ്മൾ ശുദ്ധമായിട്ട്, ഒരു കുട്ടിക്ക് പനി വന്നാൽ പോലും ആ തുളസിയുടെ ഇലയിട്ട് നമ്മളൊരു വെള്ളം വെച്ച് കഷായം വെച്ച് കൊടുക്കാറുണ്ട്. അപ്പം അത് ശുദ്ധിയോടെ നട്ടു വളർത്തി പരിപാലിക്കുന്നത് ഐശ്വര്യപ്രദമാണ്. വീട്ടുമുറ്റത്ത് ഈ ദശപുഷ്പങ്ങൾ നടുന്നത് വളരെ ഐശ്വര്യപ്രദമാണ്. കറുക, കൃഷ്ണക്രാന്തി, പൂവാങ്കുരുന്നില, കയ്യുണ്ണി, നിലപ്പന, മുക്കുറ്റി, തിരുതാളി, ഉഴിഞ്ഞ, ചെറുള, മുയൽ ചെവിയൻ ഇവയാണ് ദശപുഷ്പങ്ങൾ. ഇത് കർക്കിടകത്തിൽ നമ്മളിത് പറിച്ച് നമ്മുടെ പൂജാമുറിയിൽ സ്ഥിരമായിട്ട് 7 ദിവസമെങ്കിലും വയ്ക്കുക. പറ്റുമെങ്കിൽ 30 ദിവസവും 31 ദിവസവും നമ്മളിത് വയ്ക്കുക. ഈ ദശപുഷ്പത്തിൽ കറുക മാത്രം പുഷ്പിക്കാറില്ല, ബാക്കി 9 എണ്ണം പുഷ്പിക്കുന്നതാണ്. കുഞ്ഞു കുഞ്ഞു പൂവുണ്ടാവുന്നതാണ്. അപ്പോൾ അത് എവിടെയെങ്കിലും കിട്ടുമെങ്കിൽ നമ്മുടെ മുത്തശ്ശിമാർക്കൊക്കെ അറിയാമെങ്കിൽ അവരോട് പറഞ്ഞ് ഇതൊക്കെ പറിച്ച് വീട്ടിൽ നമ്മൾ ഈ കർക്കിടക മാസത്തിൽ സൂക്ഷിച്ച് വയ്ക്കുന്നതും അത് തലയിൽ ചൂടുന്നതും ഒക്കെ വളരെ വിശേഷമാണ്. തിരുവാതിരയ്ക്കൊക്കെ സ്ത്രീകൾ ദശപുഷ്പം പറിച്ച് ചൂടാറുണ്ട്. അപ്പോൾ ഇതൊക്കെ ചൂടുന്നതും അതുപോലെ തന്നെ ഇതിൻ്റെ പ്രാധാന്യം എന്താണ്? ഓരോ ദേവതകളാണ്. ദശപുഷ്പങ്ങൾക്ക് ഓരോ പുഷ്പത്തിനും ഓരോ ദേവതയാണ് പ്രതിദാനം ചെയ്യുന്നത്. മിഥുന സംക്രമ ദിവസം ദശപുഷ്പങ്ങൾ മുറ്റത്ത് നടുന്നത് വളരെ നല്ലതാണ്, ഐശ്വര്യപ്രദമാണ്. കർക്കിടകത്തിൽ നിത്യവും പൂജാമുറിയിൽ വിളക്ക് കൊളുത്തി അതിനു മുൻപ് അഷ്ടമംഗല്യം, നിറനാഴി, ദശപുഷ്പങ്ങൾ എന്നിവ വയ്ക്കുന്നൊരു പതിവുണ്ട്. ഓരോ പുഷ്പത്തിനും ഓരോ ദേവതയുമായിട്ട് ബന്ധമുണ്ട്. കർക്കിടക മാസത്തിൽ ഇതെല്ലാം ചെയ്തു കഴിഞ്ഞാൽ വിളക്കും കൊളുത്തി വെച്ചാൽ എന്തൊരു ഐശ്വര്യമായിരിക്കും നമ്മുടെ വീട്ടിൽ. അപ്പോൾ അതുകൊണ്ട് ദശപുഷ്പങ്ങൾ എവിടെയെങ്കിലും കിട്ടുമെങ്കിൽ പറിച്ചു കൊണ്ടുവന്ന് മുറ്റത്ത് നട്ട് കുഞ്ഞുങ്ങളെ പറഞ്ഞ് പഠിപ്പിച്ച് മനസ്സിലാക്കി കൊടുക്കുക. കർക്കിടക മാസം പറന്നു കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിൽ പൂജാമുറിയിൽ ഇത് നിറനാഴിയും അതുപോലെ അഷ്ടമംഗലവും ഒക്കെ വെച്ചിട്ട് ഇതും കൂടെ എല്ലാ ദിവസവും ഒരു ചെറിയ കുഞ്ഞ് കൈയാണെങ്കിലും അത് വെച്ചിട്ട് വീട്ടിലെ കുടുംബത്തിൽ ഐശ്വര്യം നിലനിർത്താനായിട്ട് നോക്കാം.